ഹായ് ഗായ്സ്. അപ്പോൾ അങ്ങനെ ഇന്ന് 2 സിനിമ ഞാൻ കണ്ട്. ഒന്ന് F1ഉം ഒന്ന് കണ്ണപ്പയും. കണ്ണപ്പനെ കുറിച്ച് ആദ്യം പറയാം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ പോവും. കണ്ണപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവം കിടിലൻ സാധനം. അതായത് ചിരിച്ചില്ലേ തിയേറ്ററിലൊക്കെ ചിരിയാണായിരുന്നു. മോഹൻലാലിൻ്റെ എൻട്രി ആദ്യം തന്നെ പറയാം. ആകെ കുറച്ച് നേരമേ ഉള്ളൂ. നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷേ ആ നടത്തം, ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും, ആ ഒരു മോവാത്ത ചിരി കാണുന്നത് എൻ്റെ ദൈവം ഇങ്ങനെ ഒരു ഇത്തിരി നേരം ഇല്ലെങ്കിലും ചിരിച്ച് നല്ലോണം ചിരിക്കാനുണ്ടായി. അതായത് എന്തൊരു അലമ്പ് സാധനമാണെന്നറിയോ. ഈ ബോറ് ഞാൻ മോഹൻലാൽ ഒട്ടും, അതായത് മോഹൻലാൽ നമുക്കറിയാമല്ലോ ഏത് ക്യാരക്ടറോട് ഗംഭീരമായിട്ട് ചെയ്യണ പുള്ളിയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വളരെ മോശമാണ്. അതായത് അത് ഡയറക്ഷൻ്റെ കുഴപ്പമാണ്. ഡയറക്ഷൻ നന്നായോ സിനിമ നന്നാവോ ആ കാര്യം ഉറപ്പാണ്. അതായത് സീരിയൽ, അത് കളർ ഗ്രേഡിങ്, ഇത് കാടല്ല, ഇത് നമുക്ക് കാണുന്നവർക്കറിയാം. ഇത് അവരവിടെ പോയി ഷൂട്ട് ചെയ്ത് ഇവരിങ്ങനെ ഡ്രസ്സ് ഇട്ട് ഇവർ കുറച്ച് കഴിയുമ്പോൾ പോവും, മോഹൻലാൽ പോകുമെന്നറിയാം. ഒക്കെ അതായത് നമുക്ക് ആ ഒരു ഫീല് പോലും കിട്ടാത്ത കൂതറ പടം ഞാൻ നല്ല സ്റ്റോറിയാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ ആ സ്റ്റോറീനെ അവർ എന്താ കാണിച്ചതെന്ന് എൻ്റെ ദൈവമേ, ആ ഒരു കാസ്റ്റിങ്ങും കൊള്ളൂല, ഡയറക്ഷൻ കൊള്ളൂല. ഈ കളർ ഗ്രേഡിങ് കൊടുത്ത കാണാൻ അവനൊക്കെ പിടിച്ചപ്പോൾ തട്ടിയിട്ടിട്ട് വേറെ ആൾക്കാരൊക്കെ എന്താണെന്നാണ് പറഞ്ഞത്. നല്ല കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ മോഹൻലാലിന് പ്രഭാസനുള്ള ഒരു കാസ്റ്റിങ്ങില്ലേ, അത് അവരുടെ ആവശ്യമേ ഇല്ല. എനിക്ക് തോന്നണേ മോഹൻലാലിന് ഓരോ സ്ഥലത്തും ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്നാലാണ് സിനിമ മിക്കയിടത്തും ഓടണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതായത് അങ്ങനെ ചെയ്യണം, എന്നാലും കാര്യമില്ല. പ്രഭാസം കൊണ്ടുവന്നാൽ അവിടെ കയറും, മോഹൻലാലിനെ ഇവിടെ കയറുന്നൊക്കെ പ്രതീക്ഷ ഒരു ഇതുമില്ല. മോഹൻലാൽ ഫാൻസ് പോലും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ അവർക്ക് സഹിക്കൂല. അത് കാരണം അങ്ങേരൊക്കെ എല്ലാവരുടെയും ചിലവർക്ക് സ്ക്രീനിലേക്ക് നടന്നൊക്കെ വരുമ്പോഴൊക്കെ മ്യൂസിക് കാണണം. എൻ്റെ ദൈവമേ, നമുക്ക് പണ്ട് സീരിയൽ കണ്ട് മറന്ന സാധനമാണ് അവർ വീണ്ടും എടുത്ത് ഇതിനകത്ത് ഇറക്കി തരണം. എന്നിട്ട് അതിനകത്ത് നടന്ന് വരണം. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പറയണു, കണ്ണ് തള്ളണ് പറയണു. ഇതന്നെ പക്ക സീരിയൽ. അത് ദൈവം ഇതൊക്കെ അവരൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ നല്ല അഭിനയിക്കേണ്ട. ആ ഒരു കലിക്കൊക്കെ കാണും എന്താ സാധനമൊന്ന്. എൻ്റെ ദൈവമേ, ഇവരൊക്കെ ഇങ്ങനെ അറിയിട്ടല്ലേ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കാണെന്നാണ്. എൻ്റെ ദൈവം എന്തൊക്കെ ആദിപുരുഷൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കാണാനല്ലേടേ. നമുക്ക് ഇത് അവരവിടെ പോയി കറക്റ്റ് അവിടെ പോയി ഷൂട്ട് ചെയ്തത്. കാടെന്ന് പറയാം, നമുക്ക് ഒരു ഫീൽ അറിയണില്ല. നമുക്കൊരു ഫീൽ എന്ന് പറയാൻ കറക്റ്റ് ഒരു സിനിമ. ഇവരിങ്ങനെ സിനിമ പിടിക്കുന്നതല്ല, സീരിയൽ പിടിക്കുന്ന ഒരു എഫക്റ്റും സീരിയൽ പിടിക്കുന്ന ഒരു അനുഭവം, അതാണ് ഈ സിനിമ. പ്രഭാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആകെ കുറച്ച് നേരം ഉള്ളൂ പ്രഭാസമൊക്കെ. പക്ഷേ എന്നാലും കുറച്ച് മോഹൻലാലിനെക്കാളും കുറച്ച് നേരമുണ്ട്. പക്ഷേ നല്ലതാണ് നോക്കുമ്പോൾ. അതായത് ആ ഉള്ള സിനിമ മൊത്തത്തിൽ നോക്കിയിട്ട് നല്ലത് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രഭാസാണ് ഇത്തിരി നന്നായി. ഇത്തിരി ശിവനൊക്കെ ഇല്ലേ, ശിവൻ എൻ്റെ ദൈവം എനിക്ക് കാണുമ്പോഴേ ചിരി വരും. അങ്ങേറെ ഒരു മോട്ടോ. പക്ഷേ അത് നന്നായി, ഇങ്ങനെ ഒരു ഇരിപ്പ് തന്നെ അത് നന്നായി. ശിവനെ എന്താ പറയാ, ശിവൻ എന്നൊക്കെ പറയാൻ നമുക്കൊരു ഇത് കിട്ടണം. അതായത് പവർ, ഇത് കൈന്നൊക്കെ ഇങ്ങനെ രോമൊക്കെ പൊന്തണം. അതാണ് ശിവൻ എന്നൊക്കെ പറയുമ്പോൾ. മറ്റേ കൈലാസനാഥനിൽ മറ്റേ പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളിനെ കൊണ്ടുവരുന്നത് വളരെ നന്നായി. പുള്ളിയൊക്കെ ഇല്ല, ആ ഒരു ഇത് വരട്ടെ അതിനകത്ത് കാണാം എങ്ങനെയാണ് ശിവനെ ഇതാക്കണേന്ന് നമുക്ക് കാണിച്ചാൽ. ശിവൻ എന്ന് പറയുമ്പോൾ ഒരു പവറെങ്കിലും വേണം. അത് അതുപോലും ഇല്ല. പാർവതി എന്ന് പറയുമ്പോൾ അതിനേക്കാളും, അതായത് കറക്റ്റ് ഒരു സീരിയൽ ടച്ച് പാർവതിനെ കാണുമ്പോൾ. അത് എൻ്റെ ദൈവമേ, പിന്നെ കുറേ എനിക്ക് കാണാൻ താല്പര്യമുണ്ട്. തിയേറ്റർ മൊത്തം നോക്കായിരുന്നു, തിയേറ്റർ ഭംഗി ആസ്വദിക്കുമായിരുന്നു. എനിക്ക് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റാനില്ല. അതായത് പച്ചപ്പും മേഘത്തിൻ്റെ വെളിച്ചോ, നമ്മൾ എന്താ പറയുക, ഈ സ്നാപ്ചാറ്റിലൊക്കെ ചിലർക്ക് പണ്ടൊക്കെ ഫോട്ടോ എടുത്ത് വിടില്ല, ആ ഒരു എഫക്റ്റും. എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ, അതായത് ഡയലോഗ് പറഞ്ഞവരാണ്. കറക്റ്റ് സീരിയൽ നടക്കണ പോലെ. അടുത്ത ഷോട്ട് ഇനി അടുത്ത ആൾ. ഈ കങ്കുവ സിനിമയിൽ നമ്മൾ കാണൂല്ലേ, ഈ ഡ്രാമ, അതായത് നാടകം നടത്തണ പോലെ. അതായത് ഒരാൾ പറഞ്ഞാൽ അടുത്ത ആൾ കൈവീശി ഇങ്ങനെ വരണം, ആ ഒരു സാധനം. അതിനേക്കാളും അത്ര തന്നെ.
പിന്നെ കങ്കുവലാണെങ്കിൽ പിന്നെയും പറഞ്ഞാൽ പിന്നെ അവർ പോയി കറക്റ്റ് കാട്ടിൽ പോയി ഷൂട്ട് ചെയ്തത്. എന്നാൽ എല്ലാവരും ആ ഒരു കാട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ ഒരു കാട് എന്നൊരു ഫീൽ നമുക്ക് കിട്ടും. കാട്ടിൽ തന്നെ പക്ഷെ മേക്ക് ചെയ്യാത്ത ആൾക്കാരൊന്നും കണ്ടാറ്. ഇതങ്ങനെയല്ല, കാടുമല്ല, ഇത് വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. എനിക്ക് സിനിമ ഓടിയിട്ട് വരുമ്പോൾ കാണണം. നിങ്ങൾ തിയേറ്റർ കണ്ടവരുടെ ആ വിഷമം നിങ്ങൾ അനുഭവിക്കണം. ഭയങ്കരമാണ്. ഇങ്ങനത്തെ സിനിമ ഒന്ന് എടുത്ത് ഇറക്കല്ലേ. ഇനി എന്തായാലും അടുത്ത റിവ്യൂവിൽ നിങ്ങൾ പോയി ഇതൊക്കെ ഞാൻ പോയി കാണണം എന്ന് ഞാൻ പറയണത്. ഇതൊക്കെ പോയി ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്കറിയാം നിങ്ങൾ ആരും പോയി ഇത് കാണാൻ നിൽക്കില്ല. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സിനിമ പോയി കാണേണ്ട ഒരു അഭിപ്രായവും ഇല്ല, അല്ലെ, കാണേണ്ട ഒരു ഇതുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സിനിമയൊക്കെ നല്ല രീതിയിൽ നല്ല സ്റ്റോറിയാണ്. ഇതൊക്കെ നല്ല രീതിയിൽ പിടിച്ചിറക്കുമ്പോൾ പോയി കാണാം. അതായത് എന്നാലും നമുക്ക് ഈ സിനിമ വീണ്ടും ഇങ്ങനത്തെ സിനിമ ഇറങ്ങണമെങ്കിൽ ഈ ഒരു സ്റ്റോറി ഇറക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇറക്കുകയാണെങ്കിൽ പോയി കാണാൻ തോന്നിക്കുള്ളൂ. അല്ലെങ്കിൽ വെറുത്ത് പോകുന്നുള്ളൂ. സത്യം കിട്ടും. കണ്ണപ്പ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ബോംബ്. അല്ല, അതായത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു പേര് ഇടണം. അങ്ങനെ ഒരു എന്താ പറയുക, ഞാനൊന്നും പറയാൻ നിൽക്കല്ല. കണ്ടിട്ടുണ്ട് ഒരു അഭിപ്രായം പറയാം. ഇനി F1 കുറിച്ച് ഞാൻ പറയാം അടുത്ത റിവ്യൂവിൽ. ബൈ.